ഹായ്, ഷാഹുലാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അക്യുറേറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ റീലുമായിട്ടാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബിയർ കിങ്ങിൻ്റെ റീൽ ചെയ്തിരുന്നു. ഏകദേശം ആ ഒരു ഐറ്റം പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൽ വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 1000, 2000, 3, 4, 5, 6 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 4000 ആണ് ഈ കാണുന്നത്. അക്യുറേറ്റ മെനതിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം, ഓപ്പണായി കാണിച്ചു തരാം. അതിൽ 2 കളർ വരുന്നുണ്ട്. ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്കിലും ഒരു സിൽവറിലും വരുന്നുണ്ട്. സിൽവറൊക്കെ നമ്മളെ ഷിമാനോ സ്ട്രാഡിക്കൊക്കെ വരുന്ന ഏകദേശം ആ ഒരു സൈസ് കളറിലാണ് ഇത് വരുന്നത്, ആ ഡിസൈനിലൊക്കെ. അപ്പോൾ ഇതിൽ വരുന്ന ഡീറ്റെയിൽ എന്ന് പറഞ്ഞത് ഗിയർ റാഷ് വരുന്നത് 1000 മുതൽ 3000, 4000, 2000 ഒക്കെ വരുന്നത് 5.2:1 ആണ് ഗിയർ റാഷ് വരുന്നത്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ വരുന്നത് 3000, 4000, 2000, 1000 ഒരേ ലെവലിൽ വരുന്നത്. 5000, 6000 വരുന്നത് 4.7:1 എന്നുള്ള ഇതിലാണ് വരുന്നത്. കാണുന്നുണ്ടോ? ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ട് കൊടുക്കാം. ബോൾ ബെയറിങ് എല്ലാത്തിനും ഒരേ ലെവലാണ് വരുന്നത്. 13+1 13+1 ബോൾ ബെയറിങ് എല്ലാ സീരീസിനും ഒരേ മോഡലാണ് വരുന്നത്. പിന്നെ ഡ്രാഗ് ഈ 2 സൈസിന് വെച്ചിട്ട് മാറ്റം വരുന്നുണ്ട്. 1000, 2000 7 kg, 3000, 4000 8 kg, 5000, 6000 10 kg ആണ് വരുന്നത്. പക്ഷെ നമ്മളെ ബിയർ കിങ്ങിൽ അത്യാവശ്യം നല്ല ഡ്രാഗ് കപ്പാസിറ്റി കൊടുത്തിരുന്നു ബിയർ കിങ്ങിൻ്റെ റീലിന്. ഇതിൽ ആ ഡിസൈന് കാര്യങ്ങളൊക്കെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഡ്രാഗിൽ കുറച്ച് കുറവുണ്ട്, കുറച്ച് നല്ല കുറവുണ്ട്. 5000, 6000 ബിയർ കിങ് കൊടുത്തിട്ടുള്ളത് 20 kg ആയിരുന്നു. 4-നും 3-നും 15 kg കൊടുത്തിരുന്നു. എന്നിട്ട് പകുതി മാറ്റം വരുന്നുണ്ട്. 5000-നും 6000-നും കൊടുക്കുന്നത് 10 kg കൊടുക്കുന്നുള്ളൂ. ഈ അക്യുറേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള അക്യുറേറ്റ മെനതിൽ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 4000 ഓപ്പൺ ആയി കാണിച്ചു തരാം. ഈ ലൈൻ കപ്പാസിറ്റി, ഗിയർ റാഷോ, ഡ്രാഗ്, പിന്നെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതിൽ നമുക്ക് ഫസ്റ്റ് ഈ 4000 ഓപ്പൺ ആക്കി നോക്കാം. ബോക്സിൽ റീല് നമ്മൾ മാറ്റി വെച്ചാൽ വേറെ എന്താ വരുന്നത് വെച്ചാൽ വേറെ ഒന്നും വരുന്നില്ല. മറ്റുള്ള എല്ലാ റീലിലും വരുന്ന മാതിരി വാഷർ വരുന്നുണ്ടായിരുന്നു, അത് ഇതിലില്ല. പിന്നെ റീലിൻ്റെ യൂസർ മാനുവൽ മെക്കാനിസം കാര്യങ്ങളാണ്, ഇത് ആവശ്യമില്ല. പിന്നെ ഒരു റീലിൻ്റെ ഒരു പൗച്ചും വരുന്നുണ്ട്. കുറേ എല്ലാ റീലിലും ഇപ്പോൾ ഇവരെല്ലാം ഈ ഒരു ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റീലെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഹാൻഡിൽ വരുന്നത് ഇതാണ്, ത്രെഡ് ടൈപ്പ് തന്നെ കേട്ടോ. അപ്പം ഏകദേശം എല്ലാ റീലിലേക്കും ഇത് മാറ്റി നമ്മൾ ഇവിടുന്ന് സ്ക്രൂട്ട് തിരിക്കുന്ന ഐറ്റംസ് എല്ലാവരും മാറ്റി ഈ ഒരു മോഡലിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഒരു കളർ എന്ന് പറയുന്നത്. ഗോൾഡ് ആൻഡ് ബ്ലാക്ക് സീരീസിലാണ് ഈ ഒരു കളറാണ്. പവർ നോബ്, അലുമിനിയം ഹാൻഡിൽ, പവർ നോബ്, സ്പൂളും അലുമിനിയാണ് വരുന്നത്. ബെയില് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹെവി തന്നെയാണ്, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബിയർ കിങ് ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് ഇവിടുന്ന് നമ്മളെ ഷോപ്പിൽ നിന്ന് ഉപയോഗിച്ചാലൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗിയർ റാഷോ അത് പിന്നെ എഴുതിയിട്ടുള്ളത് ഇതാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് 4000-ന് 8 kg ഗിയർ റാഷോ, 5.2:1 8 kg എന്നുള്ളതാണ്. 4000 കാണാനും നല്ല അത്യാവശ്യം നല്ലൊരു ഉഷാർ മെനയുണ്ട് കാണാൻ കേട്ടോ, നല്ലൊരു അടിപൊളിയാണ്. സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽ ഇവർ എഴുതിയിട്ടുള്ളത് FBS എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഒക്കെ തപ്പി നോക്കിയാൽ അക്യുറേറ്റ മെനതിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ റീലുകൾ കാണാൻ പറ്റും കേട്ടോ. പല ഓൺലൈനിലും പല റേറ്റിലാണ്, ഷോപ്പുകളിലാണെങ്കിലും പല റേറ്റിലാണ്. ഇവിടെ ഏകദേശം 120, 110, 110, 120 റംസൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് ലെവൽ വരുന്നത്. ഇവിടുത്തെ ആമസോണിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടു. ഇനി ബാക്കിയുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സാൾട്ട് വാട്ടർ കൺസെപ്റ്റ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡ്രാഗും കാര്യങ്ങളും സ്പൂളൊക്കെ ഞാൻ അയച്ച് കാണിച്ചു തരാം. PRC ആട്ടോ, മെയ്ഡ് ഇൻ PRC, ചൈനയാണ് വരുന്നത്. ബിയർ കിങ്ങും ചൈനയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പൂള് കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ, ഡ്രാഗിൻ്റെ നോബ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിയർ കിങ്ങിൻ്റെ അതേ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഈ അക്യുറേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലും വരുന്നത്. ഒരു വാഷർ ടൈപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ സ്പൂൾ അയച്ചു കഴിഞ്ഞാൽ സ്പൂൾ നോർമലി
ഇതാണ് സ്പൂളിൻ്റെ. ഇത് 4000 ആട്ടോ. ഇത് വരുന്നത്. പിന്നെ സ്പൂളിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ഗ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബിയർ കിങ്ങിനും ഇവർ കൊടുത്തിട്ടുണ്ട് ഗ്രിപ്പ്. നമ്മളെ ലൈന് കെട്ടി വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഗ്രിപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രാഗിൻ്റെ സൗണ്ട് വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഷിമാനോക്കല്ല ബിയർ കിങ്ങിനും നാനോ സീരീസിനൊക്കെ വരുന്ന ദായ്വക്കൊക്കെ വരുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സാൾട്ട് വാട്ടർ കൺസെപ്റ്റ് ഒന്നും വെള്ളം വാട്ടർ പ്രൂഫ് ഒരു ലെവൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സീൽഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ. അത് സീൽഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം പ്ലാസ്റ്റിക് ആണ്, ബാക്കിയൊക്കെ ഫൈബർ മെറ്റീരിയലിനാണ് വരുന്നത്. പിന്നെ ബെയിലൊക്കെ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലാട്ടോ കൊടുത്തിട്ടുള്ളത്, വലിയ കുഴപ്പമില്ലാത്ത രീതി. നോബ് കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി സെറ്റപ്പിലാണ് ഇവർ ഇത് കൊടുത്തിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. കാണിച്ചു തരാം. കണ്ടോ നല്ല സ്മൂത്താണ്, നോക്കാം സ്മൂത്തായിട്ടുള്ളതിൽ. പക്ഷേ ഡ്രാഗ് നമ്മളെ ബിയർ കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പകുതി മാറ്റത്തിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. 15 kg എന്നുള്ളതൊക്കെ 8 kgയിലേക്ക് 4000 കൊടുത്തിട്ടുണ്ട്. 4000, 3000, 5000-ന് 20 kg ബിയർ കിങ് കൊടുക്കുമ്പോൾ അക്കുറേറ്റ് കൊടുത്തിട്ടുള്ളത് 10 kgയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൽ 4000 വിശേഷങ്ങൾ. അത്യാവശ്യം കുഴപ്പമില്ല, ഉപയോഗിച്ചവരൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ലാതെ തന്നെ പറയുന്നത്. 8 kg എന്ന് പറഞ്ഞാൽ നമ്മൾ സുറിനോയ നാനോക്കൊക്കെ 8 kg തന്നെയാണ് 4000 വരുന്നത്. 5000 വരുന്നത് സുറിനോയ നാനോക്ക് വരുന്ന 10 kg ആണ് 4000 വരുന്നത്. 5000-ന് വരുന്നത് സുറിനോയ 12 kg ആണ്. അതുപോലെ ഇതിന് 10 kg ആണ് വരുന്നത്. സുറിനോയക്ക് കുറച്ചും കൂടി കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 5000-ൻ്റെയും കൂടി ഞാൻ കാണിച്ചു തരാം. അതിൽ വേറൊരു കളറും വരുന്നുണ്ട്, 2 കളർ വരുന്നുണ്ട്. അപ്പോൾ 5000-ൽ ഞാൻ സിൽവർ കളർ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് 5000 റീല്. ഇതിൽ സെയിം നമ്മളിപ്പോൾ കാണിച്ചെന്ന 4000-ൻ്റെ അതേ കളറിൽ വരുന്നുണ്ട്. ഇതിൽ 5000 ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ്, ഒരു സിൽവർ കളറ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. സെയിം സിസ്റ്റം തന്നെ, റൗണ്ട് നോബ്, കളർ ചേഞ്ച്. ഇതിനിപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത്, മാറ്റമല്ല ഡിസൈൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പൂളിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട്. 5000-ൻ്റെ ഗോൾഡ് ഞാൻ കാണിച്ചു തരാം. ഗോൾഡും കൂടി ഓപ്പൺ ആക്കിയാൽ ഡിസൈനിൽ സിൽവറിലും ബ്ലാക്കിലും ചെറിയൊരു മാറ്റമുണ്ട്. സെയിം തന്നെയാണിത്. 14 ബോൾ ബെയറിങ് 14 ബോൾ ബെയറിങ് കാര്യങ്ങളൊക്കെ വരുന്ന സിൽവർ റൗണ്ട്. ഇത് പവർ നോബ്, അലുമിനിയം ഹാൻഡിൽ, അലുമിനിയം സ്പൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം 5000 കളറിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. പിന്നെ സ്പൂളിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പൂള് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ ഒരു വാഷർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം സീൽഡ് തന്നെയാണ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് സീൽഡാണ്. ഇങ്ങനെയാണ് ഇതിൽ 5000 സീരീസ് വരുന്നത്. 5000-ൽ ഞാൻ ഗോൾഡിൻ്റെ ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ വരുന്നൊരു കളറുണ്ട്, അതും കൂടി ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് 5000, 6000 ഒരുപോലെയാണ്. അതിൽ ഗോൾഡിൽ ഇപ്പോൾ നമ്മൾ മാറ്റം എന്ന് പറയുന്നത് ഈ സ്പൂളിലൊരു ഡിസൈൻ മാറ്റം. ഇവിടെ 2-3 ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു വരായിട്ട് ഹോളായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു സാധനം സിൽവറിലേക്ക് വരുമ്പോൾ ഡബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 3 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല. സ്മൂത്ത് കാര്യങ്ങളും പിന്നെ വെയ്റ്റ്ലെസ് ആണ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ കറക്റ്റായിട്ട് ഓവർ ആക്കുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. ഇതിൻ്റെ ഫുള്ള് ഞാൻ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം പുതിയൊരു ഐറ്റമായിട്ട്. ബൈ.